ജാമ്യ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കെ ഉണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോകുള്ളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിൻ്റെ കേടാടാ? വല്ലവരും എറിഞ്ഞ് തരണം അപ്പക്കാഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കുക. എനിക്കത് വേറെ പണിയില്ലേന്ന് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? നല്ല BGM ഒക്കെ ഇട്ട് ഒരു പ്രമുഖ യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു റീൽസാണ്. അപ്പം നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പ്രമുഖ യൂട്യൂബറായ സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തു, പക്ഷെ ആള് റിലീസായിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അറസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിട്ട് BGM ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ ഓരോരുത്തരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അപ്ലോഡ് ചെയ്യുന്നു, ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ആ വീഡിയോ പിടിക്കുന്ന പ്രമുഖനെ നിങ്ങൾ കണ്ടോ? അപ്പം നമ്മുടെ താരത്തിൻ്റെ പിതാവാണ് ആ ഒരു വീഡിയോ പിടിക്കുന്നത്. എന്തോ വലിയ മഹത്തായിട്ടുള്ള കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ പിടിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ബിഷപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ബിഷപ്പിൻ്റെ പരാതിയിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ബിഷപ്പിനോട് ചോദിക്കട്ടെ, ബിഷപ്പെ അങ്ങ് ഇട്ടിരിക്കുന്ന ലോഹയുടെ മഹത്വം എന്താണ്? ഇത്രയും മഹത്തായിട്ടുള്ള ഒരു തിരുവസ്ത്രം ഇട്ടുകൊണ്ട് അങ്ങ് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഒരു വേള കുറച്ച് നാൾ മുമ്പ് വരെയും ഈ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സും അങ്ങേക്ക് വേണ്ടി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് വരെയും കരഞ്ഞു മെഴുകി ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിച്ച ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ബിഷപ്പിന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് രേണുസുതി കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, അവരുടെ വീട്ടുകാർ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ മാനസിക നില തെറ്റിയിരിക്കുകയാണ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബിഷപ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണം സിസ്റ്റർ, ഞാൻ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം കൊടുത്തപ്പോൾ എനിക്കിവിടെ ജീവിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അവിടെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെയും ഒരുപാട് വീഡിയോ പിടുത്തവും ഭയങ്കര അട്ടഹാസവും ചിരിയും രാത്രിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവരെ കൊണ്ട് അവരുടെ വീട്ടുകാരെ കൊണ്ട് നേരിടുന്നു, എനിക്ക് ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്നോട് തന്നെ ബിഷപ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിനുണ്ട്. അപ്പോൾ ബിഷപ്പിൻ്റെ ആ ഒരു ദുഃഖം കണ്ടിട്ടാണ് പലരും രേണുസുതി എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഷപ്പ് കുറച്ച് നാൾ മുമ്പ് വരെയും കേസ് കൊടുക്കുന്നു. ആ കേസ് പലർക്കും ബിഷപ്പ് കേസ് കൊടുക്കുന്നു. ഇത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ബിഷപ്പ് ആർക്കെതിരെയും കേസ് കൊടുത്ത. ബിഷപ്പ് സ്വന്തം ഇഷ്ടപ്രകാരം കേസ് കൊടുത്തു. അതിനുശേഷം ആ കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞങ്ങൾക്ക് ബിഷപ്പ് ഇട്ട് തരുന്നു. ബിഷപ്പ് വക്കീലിനെ കണ്ടതും വക്കീൽ പെറ്റീഷൻ ഫയൽ ചെയ്തതിൻ്റെ ഫയലുകളെല്ലാം ഞങ്ങൾക്ക് ഓരോ യൂട്യൂബേഴ്സിനും ബിഷപ്പായിട്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഈ രേണുസുതി കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അത് ബിഷപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പിൻ്റെ ആവശ്യപ്രകാരം പല വീഡിയോസും ഞങ്ങൾ അവർക്കെതിരെ ചെയ്തിട്ടുണ്ട്. അത് ബിഷപ്പിനോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരുന്നു. കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കുടുംബത്തിന് ബിഷപ്പ് കൊടുത്ത സഹായം, ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു സഹായം, എന്നിട്ട് ബിഷപ്പിനോട് അവർ നന്ദികേട് കാണിച്ചു എന്ന് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പല യൂട്യൂബേഴ്സും ബിഷപ്പിനൊപ്പം നിന്ന് ബിഷപ്പിന് വേണ്ടിയിട്ട് പല വീഡിയോസും ചെയ്ത് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാനടക്കം. പക്ഷേ ഇന്ന് അവർക്കൊരു അസുഖം വന്നപ്പോൾ ബിഷപ്പ് സ്വാഭാവികം അവരോട് ദയ തോന്നി, അവരോട് ക്ഷമിച്ചു, അവർക്കൊപ്പം കൂടി. നല്ല കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ ഞാനും അവർക്ക് ഒരസുഖം വന്നതിന് ശേഷം അവർക്കെതിരെ ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടില്ല. കാരണം അവർക്കൊരസുഖമാണ് എന്നറിഞ്ഞ് ആ നിമിഷം മുതൽ ഞാൻ അവർക്കെതിരെ ഒരു വീഡിയോസും ഇട്ടിട്ടില്ല. പക്ഷേ ബിഷപ്പ് ഇന്ന് കാണിക്കുന്നത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. 770 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ദാസനായ ബിഷപ്പ് ഇന്ന് ലോഹയും ഇട്ടുകൊണ്ട് തിരുവസ്ത്രം ഇട്ടുകൊണ്ട് കുരിശും കയ്യിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലും കേസുമൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. ബിഷപ്പിന് ഒരാളോട് ക്ഷമിക്കാനോ അല്ലെ അയാളെ പറഞ്ഞ് തിരുത്താനോ സാധിക്കത്തില്ലേ? ബിഷപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിഷപ്പ് തന്നെ എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് അവരോട് ഞാൻ ക്ഷമിച്ചു, ഇനി നിങ്ങൾ ആരും അവർക്കെതിരെ വീഡിയോ ചെയ്യരുത് എന്നൊരു വാക്ക് മാത്രം ബിഷപ്പ് പറഞ്ഞാൽ മതി. ബിഷപ്പ് അത് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും ബിഷപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ പെട്ടെന്ന് മറുകണ്ഠം ചാടി ബിഷപ്പ് അവരോടൊപ്പം ചേർന്നതിൽ ഒരു എതിർപ്പും ആർക്കുമില്ല. പക്ഷേ ഞങ്ങളെയൊക്കെ ക്രൂശിലേറ്റാനായിട്ട്, ഞങ്ങളെയൊക്കെ ക്രൂശിക്കാനായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ ഇട്ട് കൊടുത്ത ആ ഒരു ബിഷപ്പിനെ ഉണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് ദഹിക്കാത്തത്. പക്ഷേ ഇന്നിപ്പോൾ കാണിക്കുന്നതും അത് തന്നെയാണ്.
ഓരോരുത്തരെയായിട്ട് അവർക്കെതിരെ വന്ന് സംസാരിക്കുന്നു, അവർക്കെതിരെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഇന്നിപ്പോൾ സന്ദീപ് എടപ്പാളും ഒരു 3-4 എപ്പിസോഡായിട്ട് ബിഷപ്പിനെതിരെ ചെയ്തു എന്ന് പറയുന്ന കുറച്ച് വീഡിയോസുകൾ, അതാണ് ഇന്ന് സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം. പക്ഷെ എവിടെയും ബിഷപ്പിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല, ബിഷപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബിഷപ്പിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സന്ദീപ് എടപ്പാൾ വീഡിയോയിലൂടെ പങ്കുവെച്ചിട്ടുള്ളത്. അപ്പോൾ അനീഷ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബർ ബിഷപ്പിനോട് ചേർന്ന് അത് ബിഷപ്പാണ്, ബിഷപ്പിനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആവർത്തിച്ച് പറഞ്ഞ് അത് ബിഷപ്പിനെ ആക്കി സ്ഥാപിച്ചത് അനീഷ് വ്ലോഗാണ്. ഇവനെ കറക്റ്റായിട്ട് നിരീക്ഷിച്ചതിന് ശേഷമാണ് പോലീസ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇവന് നേർക്ക് ഇങ്ങനത്തെ ഒരു FIR എഴുതി ചേർക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചുമ്മാ വന്നിരുന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ഞാൻ ഇതിനോടകം സൂചിപ്പിക്കുകയാണ്. ഇവൻ 13-ാം തീയതി തൊട്ട് ബിഷപ്പിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതും അത് പോലീസുകാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് സാങ്കല്പികമാണെന്ന് പറഞ്ഞ് കഥയിട്ടായിട്ട് പോലും ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ടും ആളുകളെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും പോലീസ് കോടതിയിൽ ഈ രേഖകളൊക്കെ തെളിയിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചു വരിക എന്നുള്ളതാണ് സന്ദീപിന്റെ മെയിൻ കാര്യം. അതുകൊണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള തമ്മിത്തല്ലാണ്, ഈ ബിഷപ്പാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയധികം കളികൾ കളിക്കുന്നത്. ചെറിയൊരു കാര്യം ഇത്രയധികം ഊതി വീർപ്പിച്ച് യൂട്യൂബേഴ്സിനെ കൊണ്ട് ഇത്രയധികം ചെയ്യിപ്പിച്ച് അവസാനം പുണ്യാളനായിട്ടുള്ള ബിഷപ്പ്. ഇത്രയെങ്കിലും എനിക്ക് ബിഷപ്പിനോട് ചോദിക്കണം എന്നുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഞങ്ങൾ ചാറ്റുകൾ പുറത്ത് വിടുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ബിഷപ്പ് അങ്ങനെ പറയാനാ ഞങ്ങളോടൊക്കെ ബിഷപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്കും പല റീൽസുകളും ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് ബിഷപ്പാണ്. എനിക്ക് ഒരുപാട് വീഡിയോസ്, രേണുസുധിയുടെ പല വീഡിയോസും ബിഷപ്പ് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ സിസ്റ്റർ, നിങ്ങൾ പ്രതികരിക്കണം സിസ്റ്റർ എന്ന് എന്നോട് ബിഷപ്പ് ചാറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പല തിരക്കുകൾ കൊണ്ടും പല വീഡിയോസും ചെയ്യാത്തപ്പോൾ തുടർച്ച ബിഷപ്പ് നമ്മളോട് സംസാരിക്കാറുണ്ട്. അത് വീഡിയോ ചെയ്യണേ സിസ്റ്റർ, മാനസിക നില തെറ്റിയിരിക്കുകയാണ് എൻ്റെ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ബിഷപ്പ് ഇന്ന് പുണ്യാളനായിട്ട് വന്ന് പറയുക അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ നട്ടല് ബിഷപ്പായിരുന്നു, അത് അങ്ങ് ഓർക്കണം. പക്ഷെ ഇപ്പോൾ ബിഷപ്പിൻ്റെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുകയാണ്. ഒരു ബിഷപ്പിന് ഇങ്ങനെയൊക്കെ സാധിക്കുമോ? ആ ലോഹ ഇട്ടുകൊണ്ട്, ആ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പ് എന്ന പദവിയും അതുപോലെ തന്നെ ആ തിരുവസ്ത്രത്തിനും എത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങയുടെ ഈ തിരുവസ്ത്രത്തെ അവഹേളിച്ചപ്പോൾ അവർക്കെതിരെ വീഡിയോയുമായിട്ട് മുമ്പ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ പറയണ്ട എന്ന് തോന്നിയതാണ്. പക്ഷേ ഇന്ന് ഈ സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു വ്യഗ്രത, അറസ്റ്റ് ചെയ്തതിന് ശേഷം BGM ഒക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഒരു റീൽസ് കണ്ടപ്പോൾ എനിക്ക് ഇത് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയണം എന്ന് തന്നെ തോന്നി. ബിഷപ്പിനോട് അതെനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം നമ്മൾ ബിഷപ്പിൻ്റെ ഒരു സ്ഥാനം, ആ ഒരു തിരുവസ്ത്രത്തിൻ്റെ ആ ഒരു മഹത്വം, കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു കുരിശ്, ഇതൊക്കെ ഓർക്കുക. ഒരു വൈദികൻ എന്താണെന്ന് പോലും ഓർക്കാതെ, ഒരു വൈദികൻ്റെ സ്ഥാനം എന്താണ്, കർമ്മം എന്താണ്, ഇതൊന്നും ഓർക്കാതെയുള്ള പ്രവർത്തികളാണ് അങ്ങിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത്. വെല്ലുവിളിക്കുകയാണോ ഓരോരുത്തരെയും? ഇതാണോ ഒരു പുരോഹിതൻ ചെയ്യേണ്ടത്? ആണോ? കർത്താവിൻ്റെ ദാസനാണ് എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വൈദികനായിട്ട് ഈ ഒരു തിരുവസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ഈ ഒരു വൈദിക വേല ചെയ്യാൻ നിങ്ങൾ വരുന്നത്? പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് ഒരു പുരോഹിതൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല അങ്ങ് ചെയ്യുന്നത്. അങ്ങ് മാറി നിന്ന് ഓരോരുത്തരെയായിട്ട് വെല്ലുവിളിക്കുകയാണ്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? എല്ലാം തുടങ്ങി വെച്ചത് അങ്ങാണ്. എല്ലാം തുടങ്ങി വെച്ച അങ്ങയ്ക്ക് തന്നെ ഇത് വളരെ നിസ്സാരമായിട്ട് ഇത് അവസാനിപ്പിക്കാമായിരുന്നു. അങ്ങനെ അവസാനിപ്പിക്കാതെ വളരെ പെട്ടെന്ന് അങ്ങ് പുണ്യാളനായി ബാക്കിയുള്ളവരെ ക്രൂശിലേറ്റാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയുണ്ടല്ലോ, ഇനിയെങ്കിലും ഒരു വൈദികൻ്റെ മഹത്വം അറിഞ്ഞ് ആ ഒരു ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തോട് ആ ഒരു കുറച്ചെങ്കിലും മാന്യത കാണിച്ച് കർമ്മം കർത്തവ്യം കാണിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അച്ചോ. അല്ലാതെ ഇതുപോലെ വന്നിരുന്ന നല്ലൊരു തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഈ ഒരു മറ്റു ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ അധികം ആയിപ്പോവും, അതിക്രമിച്ചു പോവും. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഈ നിയമം കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഒരാളുടെ മാത്രം കുത്തകയൊന്നുമല്ല. ആ ഒരു വീഡിയോയ്ക്കകത്ത് എവിടെയും ബിഷപ്പിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല, ബിഷപ്പാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ എഴുതുന്നവരെയും തിരക്കഥ എഴുതുന്നവരെയും തിരക്കഥാകൃത്തുക്കളെയും സംവിധായകന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമല്ലോ, വേണ്ടേ? അപ്പോൾ എന്തായാലും അങ്ങനെ ഈ നിയമം ആരുടെയും കുത്തകയൊന്നുമല്ല അച്ചോ. എല്ലാവർക്കും നിയമം അറിയാം. ഈ ഒരു ഫീൽഡിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം എല്ലാം അറിയാം. അങ്ങനെ ഒന്നും കൊണ്ടുപോയി തൂക്കിലേറ്റാനുള്ള നിയമമൊന്നും ഇല്ല. അത്ര വലിയ കുറ്റകൃത്യമൊന്നും ഈ സന്ദീപ് എടപ്പാൾ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്തായാലും
അങ്ങ് കാണിച്ചത് ഇപ്പോൾ യൂദാസ് ചെയ്യുന്നതിനെക്കാട്ടിലും തരം താണ ഒരു പ്രവൃത്തിയാണ്. കൂടെ നിന്നവരെ ചവിട്ടിത്താഴ്ത്തി ക്രൂശിലേറ്റിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അങ്ങ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, സന്ദീപ് എടപ്പാൾ റിലീസായിട്ടുണ്ട്. അതും കൂടി BGM ഇട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അച്ചു. കാരണം കയറിയതുപോലെ തന്നെ ഇറങ്ങിപ്പോന്നു. അതും കൂടി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഈ തട്ടല്ല, ആകാശം വരെ വേണമെങ്കിൽ നമ്മൾ പോകും. നീതി എല്ലാവർക്കും ഒരേപോലെയാണ്. ഇപ്പൊ കോടതിയിലോട്ടാണ് തോന്നുന്നത്. കോടതി ഉണ്ടോ? കോടതി അവിടെ അതൊക്കെ വരും ദിവസം പറയാം. ഈ മാസം 30-ാം തീയതി എല്ലാവരും കൂടി പോയി. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും അച്ഛന് നേരുകയാണ്. നല്ലത് തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.